ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. ഏപ്രിൽ 12 മുതൽ 18 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 1 നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. മുദ്രയ്ക്ക് 11 വയസ്സ്. പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചിട്ട് 11 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2015 ഏപ്രിൽ 8-നാണ് PMMY അഥവാ പ്രധാനമന്ത്രി മുദ്രാ യോജന ആരംഭിച്ചത്. ചെറുകിട സംരംഭകരെ ശാക്തീകരിക്കുന്നതിന് ഈടില്ലാതെ അഥവാ കൊളാറ്ററൽ ഫ്രീ ആയി വായ്പകൾ നൽകുന്ന പദ്ധതിയാണിത്. 11 വർഷത്തെ നേട്ടങ്ങൾ. ഈ 11 വർഷത്തിനുള്ളിൽ 57.79 കോടിയിലധികം വായ്പകൾ വിതരണം ചെയ്യുകയും 40.07 ലക്ഷം കോടിയിലധികം രൂപ വായ്പയായി നൽകുകയും ചെയ്തു. വായ്പാ വിഭാഗങ്ങൾ: ശിശു 50,000 രൂപ വരെ, കിഷോർ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ, തരുൺ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ. ഈ തരുൺ വിഭാഗം ഇപ്പോൾ 20 ലക്ഷം രൂപ വരെയായി ഉയർത്തിയിട്ടുണ്ട്. വാണിജ്യ ബാങ്കുകൾ, റൂറൽ ബാങ്കുകൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ, NBFCകൾ എന്നിവ വഴി വായ്പ ലഭിക്കും. ജൻസമർത്ഥ് പോർട്ടൽ വഴി ഓൺലൈനായും അപേക്ഷിക്കാവുന്നതാണ്. എയർപോർട്ടുകൾക്ക് അനുമതി. തെലങ്കാനയിൽ 2 പുതിയ വിമാനത്താവളങ്ങൾ വികസിപ്പിക്കുവാൻ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ തീരുമാനിച്ചു. വാറങ്കൽ, ആദിലാബാദ് എന്നീ സ്ഥലങ്ങളിലാണ് എയർപോർട്ടുകൾ. ഈ പ്രഖ്യാപനം നടത്തിയത് ഡൽഹിയിൽ വെച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ്. നിലവിൽ തെലങ്കാനയിലുള്ള വിമാനത്താവളം എന്നത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. തെലങ്കാനയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. തെലങ്കാനയുടെ ക്യാപിറ്റൽ ഹൈദരാബാദാണ്. മുഖ്യമന്ത്രി അനുമുല രേവന്ത് റെഡ്ഡി, ഗവർണർ ശിവ് പ്രതാപ് ശുക്ല. ആരോഗ്യ വൻ സംരംഭം. ദേശീയപാതകളുടെ വശങ്ങളിൽ ഔഷധവൃക്ഷങ്ങളുടെ തീമാറ്റിക് തോട്ടം നിർമ്മിക്കുന്നതിനായുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സംരംഭമാണ് ആരോഗ്യവൻ. ഇതിൻ്റെ ലക്ഷ്യം പരാഗണകാരികൾ, പക്ഷികൾ, സൂക്ഷ്മജീവികൾ എന്നിവയെ പിന്തുണയ്ക്കുന്ന ഔഷധവൃക്ഷ ഇനങ്ങളെ നടുന്നതിലൂടെ ദേശീയപാതകളിലെ ജൈവവൈവിധ്യം സമ്പുഷ്ടമാക്കുക, അതിലൂടെ ആവാസ വ്യവസ്ഥയുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക എന്നിവയാണ്. ആദ്യഘട്ടത്തിൽ മധ്യപ്രദേശ്, ഹരിയാന, ഡൽഹി, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് ഈ സംരംഭം തുടങ്ങുന്നത്. ടോൾ പ്ലാസകൾ, വഴിയോര സൗകര്യങ്ങൾ, ഇൻ്റർചേഞ്ചുകൾ, ക്ലോവർ ലീഫ് ജംഗ്ഷനുകൾ, ദേശീയപാതകളിലെ മറ്റ് പ്രധാന സ്ഥലങ്ങൾ എന്നിവയ്ക്കാണ് മുൻഗണന കൊടുക്കുന്നത്. സൈക്ലോൺ 4. ഇന്ത്യ ഈജിപ്ത് സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ 4th എഡിഷനായ സൈക്ലോൺ 4 ഏപ്രിൽ 9 മുതൽ 17 വരെ ഈജിപ്തിലെ അൻഷാസിലെ റേഞ്ചേഴ്സ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടന്നു. ഈജിപ്തിൻ്റെ ക്യാപിറ്റൽ കൈറോ. കറൻസി ഈജിപ്ഷ്യൻ പൗണ്ട്. പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് LCC. പ്രധാനമന്ത്രി മുസ്തഫ മദ്ബൗളി. ന്യൂ CMD ഓഫ് BPCL. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി സഞ്ജയ് ഖന്ന ചുമതലയേറ്റു. 2026 ഏപ്രിൽ 9 മുതൽ 2029 മെയ് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ കാലാവധി. ഇദ്ദേഹം BPCL റിഫൈനറീസിൻ്റെ ഡയറക്ടറായി ചുമതല വഹിക്കുകയായിരുന്നു. മുൻ CMD G കൃഷ്ണകുമാർ ആയിരുന്നു. ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് 02. ഗഗൻയാൻ ദൗത്യത്തിനായുള്ള രണ്ടാമത്തെ ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് അഥവാ IADT-02 ISRO വിജയകരമായി പൂർത്തിയാക്കി. ബഹിരാകാശ യാത്രികരെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഈ പരീക്ഷണം നടത്തിയത്. 2026 ഏപ്രിൽ 10-ന് ഇന്ത്യൻ എയർഫോഴ്സുമായി ചേർന്നാണ് ISRO ഈ നിർണായക പരീക്ഷണം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ വെച്ച് നടത്തിയത്. ലോക ഹോമിയോപ്പതി ദിനം 2026. ഹോമിയോപ്പതിയുടെ സ്ഥാപകനായ ജർമ്മൻ ഫിസിഷ്യൻ ഡോക്ടർ സാമുവൽ ഹാനിമാൻ്റെ ജന്മദിനമായ ഏപ്രിൽ 10 ലോകമെമ്പാടും ലോക ഹോമിയോപ്പതി ദിനമായി ആചരിക്കുന്നു. 2026 തീം സുസ്ഥിര ആരോഗ്യത്തിനായി ഹോമിയോപ്പതി. സിക്കിം സുന്ദരി. കിഴക്കൻ സിക്കിമിലെ വിദൂര അതിർത്തി ഗ്രാമങ്ങളിൽ ആശയവിനിമയം മെച്ചപ്പെടുത്താൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ് സിക്കിം സുന്ദരി. ഏപ്രിൽ 2026-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 88.4 FM തരംഗദൈർഘ്യത്തിലാണ് റേഡിയോ പ്രവർത്തിക്കുന്നത്. റോഡ് കണക്ടിവിറ്റിയും നെറ്റ്വർക്കും കുറവായ പ്രദേശങ്ങളിൽ ആർമി നാഗരിക ബന്ധം ശക്തമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ ത്രിശക്തി കോർപ്സ് ആണ് ഈ റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത്. സിക്കിമിൻ്റെ ക്യാപിറ്റൽ ഗാംഗ്ടോക്ക്. മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്. ഗവർണർ ഓം പ്രകാശ് മാത്തൂർ. താങ്ക്സ് ഫോർ വാച്ചിങ്.